നിലു ബേബിയുടെ സ്നേഹം എപ്പോഴും ശ്രീനിഷിനോടൊപ്പം കാണിക്കാറുണ്ട്. ശ്രീനിഷിനോട് വല്ലാത്ത സ്നേഹമാണ് നിലു ബേബിക്ക്. അതിതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്നേഹമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത്. നിലു ഡാഡിക്ക് ഞാൻ താടി ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിഷിൻ്റെ താടിയെല്ലാം ശരിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ഭംഗിയായി തന്നെ വെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയന്നാണ് വീഡിയോ കണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിലു ബേബി വെട്ടിക്കുളമാക്കുമോ എന്നായിരുന്നു ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ എന്ത് മനോഹരമായിട്ടാണ് കുഞ്ഞത് ചെയ്തു തന്നത്. ഇത്ര നന്നായി ഇവളെ ആരാണിത് പഠിപ്പിച്ചത്? ഈ പ്രായത്തിൽ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്? വളരെ വൃത്തിക്ക് തന്നെയാണല്ലോ അവൾ ചെയ്തത് ശ്രീനി. ഇങ്ങനെ തുടങ്ങുകയാണ് നിലു ബേബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള കമൻറ്റ്. അവളുടെ അച്ഛനോട്, അതായത് അവളുടെ ഡാഡിയോടുള്ള സ്നേഹമാണ് അവൾ ആ കാണിക്കുന്നത്. പണ്ട് ഞാനായിരുന്നു ശ്രീനിക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ 2 മക്കളാണ് ചെയ്യുന്നതെന്ന് ശ്രീനിഷിനോട് ഇപ്പോൾ പേളി പറയുകയാണ്. കമൻറ്റിൽ പേളി രേഖപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ അത് കാണുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷക പ്രീതിയോടെ തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും ആരാധകർ ഇത് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പേളിയുടെ കമൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം, പണ്ട് നിലു ബേബിക്ക് പകരം ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് പേളിയായിരുന്നു. ഇപ്പോഴത് ഭംഗിയായി നിലു ബേബി ചെയ്തു കൊടുക്കുന്നു. പേളി പറഞ്ഞു കൊടുത്തതെല്ലാം, അല്ലെങ്കിൽ പേളി ചെയ്യുന്നതെല്ലാം നിലു ബേബിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ചേച്ചി എന്ന നിലയിലല്ല, ആ കുടുംബത്തിലെ മൂത്ത മകളെന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ നിലു ബേബി എന്ന് പ്രേക്ഷകർ അഭിമാനത്തോടെ പറയുന്നു. ഈ കുഞ്ഞ് വളർന്നതും ജനിച്ചതും ഒക്കെ നമുക്കറിയാം. നമ്മുടെ കൺമുമ്പിൽ കൂടി തന്നെയാണ് എല്ലാം കഴിഞ്ഞു പോയത്. പ്രേക്ഷകരും അത് അംഗീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹം തുളുമ്പുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് വളരെയധികം മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ തന്നെ നിലു ബേബിയിലുള്ള സ്നേഹം പ്രേക്ഷകരും കാണിക്കുന്നുണ്ട്. നിറ്റാരെക്കാളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് നിലു ബേബിക്ക് തന്നെയാണ്. കാരണം പേളിയുടെ കുഞ്ഞ് ഉണ്ട് എന്നും പേളിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ എല്ലാവരും ഫാൻസ് പേജുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിലു ജനിക്കുന്നതിന് മുൻപേ തന്നെ ശരിക്കും പറഞ്ഞാൽ നിലുവിന് അവിടെ ആരാധകരുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതെല്ലാ പ്രേക്ഷകരും പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പ്രേക്ഷകർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ നിലു ബേബി എന്ത് സ്നേഹത്തിലാണ് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതെന്ന് നോക്കൂ. അവളുടെ സമയം നന്നായി തന്നെ ഉപയോഗിക്കുന്നു. അനിയത്തിയെ അമ്മ നോക്കുന്നത് പോലെ, ഡാഡിയെ അമ്മ നോക്കുന്നത് പോലെ അവൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അത്രയേറെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നോക്കാറുള്ളതും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇത് പറയുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.